വിഭജന ഭീകരത വിരുദ്ധ ദിനം ആചരിക്കണമെന്ന വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഓഗസ്റ്റ് 14-ന് വിഭജന ഭീകരത വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് സർവകലാശാലകൾക്ക് രാജ്ഭവൻ നിർദ്ദേശം നൽകി. ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ വിസിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഈ സർക്കുലറിൽ പറയുന്നത്? ആര്യ, 2021 മുതൽ മോദി സർക്കാർ ഈ ഓഗസ്റ്റ് 14, അതായത് ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള തീരുമാനമെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇത്തവണ സർവകലാശാലകൾക്ക് ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിസിമാർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് പ്രധാനമായും അന്നേ ദിവസം ഈ വിഭജനം എത്രത്തോളം ഭീതിജനകമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമായിരുന്നു എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സെമിനാറുകൾ, ഒപ്പം തന്നെ നാടകങ്ങൾ എന്നിവയെല്ലാം സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് വിസിമാർക്ക് ഗവർണർ നൽകിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ഒരു RSS ലൈൻ എന്നത് ഈ വിഭജനം, നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ വിഭജനത്തിന്റെ ഒരു ഭീതി കൂടി, അല്ലെങ്കിൽ ഇന്ത്യ വിഭജിച്ചതിനെതിരായ പ്രതിഷേധം കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൂടി ഉദ്ദേശിച്ചുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14 സർവകലാശാലകളിൽ നടപ്പാക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്.